In this video, we can learn about the digital signature standard. Digital signature standard ൽ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. Digital signature standard approaches, then digital signature algorithm. So this digital signature standard uses SHA hash algorithm. So ഇത് produce ചെയ്യുന്ന signature എന്ന് പറയുന്നത് 32-bit signature ആണ് produce ചെയ്യുന്നത്. The security depends on difficulty of computing discrete logarithms. So DSS approach, the first approach is the RSA approach using RSA algorithm. ഇവിടെ മെസ്സേജ് മെസ്സേജിന്റെ ഹാഷ് വാല്യൂ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഹാഷ് വാല്യൂ കണ്ടുപിടിക്കുന്നു. ദെൻ ഈ ഹാഷ് വാല്യൂവിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു യൂസിങ് പ്രൈവറ്റ് കീ ഓഫ് ദ സെൻഡർ. എ ആണ് സെൻഡറിന്റെ പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സെൻഡറിന്റെ പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ സെൻഡറിന്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അത് ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ എൻക്രിപ്ഷൻ RSA അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്ഷൻ ചെയ്യുന്നത്. ദെൻ മെസ്സേജിന്റെ ഒപ്പം ഈ എൻക്രിപ്റ്റഡ് ഹാഷ് വാല്യൂവിനെ അപ്പൻഡ് ചെയ്യുന്നു. ദെൻ ഇതിനെ സെൻഡ് ചെയ്യുന്നു. റിസീവർ സൈഡിൽ എന്തായിരിക്കും മെസ്സേജിന്റെ ഹാഷ് വാല്യൂ കണ്ടുപിടിക്കുന്നു. ദെൻ ഈ എൻക്രിപ്റ്റഡ് ഹാഷ് വാല്യൂവിനെ ഡീക്രിപ്റ്റ് ചെയ്ത് ഹാഷ് വാല്യൂ എടുക്കുന്നു. ഡീക്രിപ്റ്റ് ചെയ്യാൻ പബ്ലിക് കീ ഓഫ് എ യൂസ് ചെയ്യുന്നു യൂസിങ് RSA അൽഗോരിതം. ദെൻ ഈ ഹാഷ് വാല്യൂസ് രണ്ട് കമ്പയർ ചെയ്യുന്നു. സെയിം ആണെങ്കിൽ ആ മെസ്സേജ് കറക്റ്റ് മെസ്സേജ് ആണ്, ഓൾട്ടേഡ് അല്ല, അങ്ങനെ ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. സോ അതാണ് ഫസ്റ്റ് അപ്രോച്ച്, RSA അപ്രോച്ച്. ദെൻ DSS അപ്രോച്ച്, ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ് അപ്രോച്ചിലെ അനദർ മെത്തേഡ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് അപ്രോച്ച്. ഇതാണ് മെസ്സേജിന്റെ ഹാഷ് വാല്യൂ കണ്ടുപിടിക്കുന്നു. ദെൻ ഒരു സിഗ്നേച്ചർ സൈനിങ് അൽഗോരിതം ഉണ്ട്. ഈ അൽഗോരിതത്തിന്റെ ഇൻപുട്ട് ആയിട്ട് ഈ ഹാഷ് വാല്യൂവിനെ കൊടുക്കുന്നു. ദെൻ ഒരു K എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കുന്നു. ദെൻ ഒരു ഗ്ലോബൽ കീ കൊടുക്കുന്നു, PUG ഗ്ലോബൽ കീ കൊടുക്കുന്നു. ദെൻ പ്രൈവറ്റ് കീ ഓഫ് എ. ഇത്രയ്ക്കും ഇൻപുട്സ് സൈനിങ് അൽഗോരിതത്തിന് കൊടുക്കുന്നു. ദെൻ ഇത് സൈൻ സിഗ്നേച്ചർ ഫോം ചെയ്ത് ഈ സിഗ്നേച്ചർ M എന്ന് പറഞ്ഞ മെസ്സേജിന്റെ ഒപ്പം അപ്പൻഡ് ചെയ്യുന്നു. മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്തിട്ടില്ല, എമ്മിന്റെ ഒപ്പം ഈ സിഗ്നേച്ചറിനെ അപ്പൻഡ് ചെയ്യുന്നു. ദെൻ ഇതിനെ സെൻഡ് ചെയ്യുന്നു. ദെൻ റിസീവർ സൈഡിൽ എത്തുമ്പോൾ ഇപ്പൊ ഈ സിഗ്നേച്ചറിന് രണ്ട് കമ്പോണൻസ് ആണുള്ളത്, എസും ആറും. സൈനിന്റെ കമ്പോണൻസ് ആണ് എസും ആറും. ദെൻ മെസ്സേജിന്റെ ഹാഷ് വാല്യൂ. ദെൻ ഇവിടെ വെരിഫിക്കേഷൻ അൽഗോരിതം. ദിസ് മെസ്സേജ് കറക്റ്റ് മെസ്സേജ് ആണെന്നുള്ളതിന്റെ ഒതന്റിക്കേഷന്റെ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള അൽഗോരിതമാണ് റിസീവറിന്റെ സൈഡിലുള്ളത്. അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഹാഷ് വാല്യൂ. ദെൻ ഗ്ലോബൽ പബ്ലിക് കീ, ഗ്ലോബൽ കീ ഉണ്ടായിരിക്കും. ദെൻ പബ്ലിക് കീ ഓഫ് എ, ഇവിടെ പ്രൈവറ്റ് കീ ഓഫ് എ യൂസ് ചെയ്ത് ഇവിടെ പബ്ലിക് കീ ഓഫ് എ. ദെൻ എസ് എന്ന് പറഞ്ഞ കമ്പോണന്റ് ഒരു ഇൻപുട്ടാണ്, ആർ എന്ന് പറഞ്ഞ കമ്പോണന്റിന്റെ ഇൻപുട്ടാണ്. ഇത്രയൊക്കെയാണ് വെരിഫിക്കേഷൻ അൽഗോരിതത്തിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ദെൻ വെരിഫിക്കേഷൻ അൽഗോരിതം ഈ അൽഗോരിതത്തിന്റെ ഔട്ട്പുട്ടിനെ, ഇതാണ് ഔട്ട്പുട്ടിനെ ആറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഈ ആർ വാല്യൂവും ഔട്ട്പുട്ടും ഈക്വൽ ആണെങ്കിൽ ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. കറക്റ്റ് മെസ്സേജ് ആണ് റീച്ച് ചെയ്തതെന്ന് മനസ്സിലാവും. നെക്സ്റ്റ്, ഇൻ ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം we can see. So the first thing is the key generation. So how will you generate the usage private key, usage public key, and message secret number? So first we can see what is P. P is a prime number between 2 raised to L minus 1 and 2 raised to L. So that is shown here. Prime number between 2 raised to L minus 1 and 2 raised to L. And L എന്ന് പറയുന്നത് 64ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ദെൻ Q എന്ന് പറയുന്നത് പ്രൈം ഡിവൈസർ ഓഫ് P മൈനസ് 1. പിയുടെ വാല്യൂ അത് സെലക്ട് ചെയ്തു. ദെൻ P മൈനസ് 1 അതിന്റെ പ്രൈം ഡിവൈസർ, ഡിവൈസേഴ്സിൽ വെച്ചിട്ട് പ്രൈം നമ്പർ ആയിട്ട് വരുന്നത്, അതിനെയാണ് Q എന്ന് പറയുന്നത്. ദെൻ G is equal to H raised to P minus 1 divided by Q mod P, where H is any integer between 1 and P minus 1 such that this part H to the power P minus 1 by Q mod P that is greater than 1. So ഇത്രയും കാര്യങ്ങൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഈ അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂസറിന്റെ പ്രൈവറ്റ് കീ X ആണ്. X is a random or pseudo random integer between 0 and Q. Then userന്റെ public key is represented by Y equal to G raised to X mod P. G ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, G raised to X mod P ആണ് യൂസറിന്റെ public key. And K is a random or pseudo random integer with between 0 and Q. DSA signature creation. Signature first create ചെയ്യണം, then സെൻഡറിന്റെ സൈഡിൽ ക്രിയേറ്റ് ചെയ്യണം, then റിസീവറിന്റെ സൈഡിൽ സിഗ്നേച്ചറിനെ വെരിഫൈ ചെയ്യണം. Then സിഗ്നേച്ചറിന് രണ്ട് കമ്പോണൻസ് ആണുള്ളത്, R and S. So R is equal to G raised to K mod P mod Q.
R കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? G to the power K mod P whole mod Q. Then S എന്ന് പറഞ്ഞ കമ്പോണന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് K ഇൻവേഴ്സ് H of M plus X into R whole mod Q. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. R, S ആണ് സിഗ്നേച്ചർ. ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫിക്കേഷൻ റിസീവർ സൈഡിലാണ് ഇത് ചെയ്യുന്നത്. റിസീവർ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് W is equal to റിസീവറിന് മെസ്സേജും സിഗ്നേച്ചറും ആണ് റിസീവറിന് കിട്ടുന്നത്. മെസ്സേജ് M ഡാഷ്, ദെൻ M സെൻഡർ സെൻഡ് ചെയ്യുന്നു, റിസീവർ സൈഡ് ലൈനെ റെപ്രസെന്റ് ചെയ്യുന്നത് M ഡാഷ് വെച്ചിട്ടാണ്, M ഡാഷ്. ആൻഡ് ദെൻ റിസീവറിന് സിഗ്നേച്ചറിന്റെ എസും ആറും കമ്പോണൻസിന്റെ എസ് ഡാഷും ആർ ഡാഷും ഉണ്ടായിരിക്കും. റിസീവർ ഈസ് കാൽക്കുലേറ്റിംഗ് W ഈക്വൽ ടു എസ് ഡാഷ് ഇൻവേഴ്സ് മോഡ് Q. U1 എന്ന് പറഞ്ഞൊരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഈക്വൽ ടു H of M ഡാഷ് ഇൻറ്റു W മോഡ് Q. U2 is equal to R dash into W mod Q. And V ആണ് റിസീവറിന് വെരിഫിക്കേഷൻ അൽഗോരിതത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് V ആണ്. V is equal to G raised to U1 into Y U raised to U2 mod P mod Q. U1 U2 കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ കൊടുക്കണം. അങ്ങനെ V ഔട്ട്പുട്ട് ഓഫ് വെരിഫിക്കേഷൻ അൽഗോരിതം is V. ഈ Vയും R ഡാഷും ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇത് ഈക്വൽ ആണെങ്കിൽ അത് വെരിഫൈഡ് ആയി. M എന്ന് പറയുന്നത് എന്താണ്? മെസ്സേജ് ടു ബി സൈൻഡ്. H of M എന്ന് പറയുന്നത് ഹാഷ് വാല്യൂ ഓഫ് ദ മെസ്സേജ്. M ഡാഷ് R ഡാഷ് S ഡാഷ് ആണ് റിസീവ്ഡ് വെർഷൻസ് ഓഫ് MRS. ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതത്തിന്റെ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സൈനിങ്ങും സെൻഡർ സൈഡിൽ നടക്കുന്ന, ദെൻ വെരിഫൈയിങ് റിസീവർ സൈഡിൽ നടക്കുന്ന പ്രോസസ്സ്. ദെൻ സെൻഡർ സൈഡിൽ മെസ്സേജിന്റെ ഹാഷ് ഫംഗ്ഷൻ കാണുന്നു. ദെൻ F1 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന്റെ ഇൻപുട്ട് ആയിട്ട് എന്തൊക്കെ കൊടുക്കുന്നു? ഹാഷ് വാല്യൂ ഓഫ് ദ മെസ്സേജ്, ദെൻ റാൻഡം നമ്പർ K, ദെൻ F2 ഫംഗ്ഷന്റെ ഔട്ട്പുട്ട്. ഇതും F1ന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. F2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് K, P, Q ആൻഡ് G. ഇതിന്റെ ഔട്ട്പുട്ട് ആണ് R. അതായത് സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ ആറും എസും ആണ്. അതിൽ R എന്ന് പറയുന്നത് F2ന്റെ ഔട്ട്പുട്ട് ആണ്. ദെൻ ഈ Rനെയും F1ലേക്ക് കൊടുക്കുന്നുണ്ട്, X കൊടുക്കുന്നു, ദെൻ Q കൊടുക്കുന്നു. X the private key of the sender, then Q. Then Q calculated value of Q കൊടുക്കുന്നു, then output generate ചെയ്യുന്നു. ഈ ഔട്ട്പുട്ട് ആണ് S. ഈ ആറും എസും ആണ് എന്തായിട്ട് കൊടുക്കുന്നത്? ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ആറും എസും. ദെൻ സെൻഡർ ഇത് സെൻഡ് ചെയ്യുന്നു. ദെൻ റിസീവറിന്റെ സൈഡിലാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പൊ റിസീവറിന്റെ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തത് നോക്കാം. സോ റിസീവർ സൈഡിൽ M ഡാഷ് സെൻഡർ സെൻഡ് ചെയ്ത MSR എന്ന് പകരം M ഡാഷ് S ഡാഷ് R ഡാഷ്, അതാണ് റിസീവർ സൈഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ M ഡാഷിന്റെ ഹാഷ് വാല്യൂ എടുക്കുന്നു, ദെൻ S ഡാഷിന് F3 എന്ന് പറഞ്ഞ ഫംഗ്ഷന് കൊടുക്കുന്നു. അപ്പൊ F3 ഫംഗ്ഷന്റെ ഇൻപുട്ട് എന്താണ്? S ഡാഷ്, ദെൻ Q. ഇത് രണ്ടുമാണ് F3 എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഇൻപുട്ട്. ദെൻ ഈ ഫംഗ്ഷന്റെ ഔട്ട്പുട്ടിനെ അനദർ ഫംഗ്ഷൻ F4 എന്ന് പറഞ്ഞ ഫംഗ്ഷന് കൊടുക്കണം. ദെൻ R ഡാഷ് എന്ന് പറഞ്ഞ വാല്യൂവിനെ ഡയറക്ട്ലി എടുക്കുന്നു. ഈ F4ന്റെ ഔട്ട്പുട്ട് ആണ് V. വിനെയും R ഡാഷിനെയാണ് കമ്പയർ ചെയ്യുന്നത്. അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ഇത് വെരിഫൈഡ് ആയിരിക്കും. ദെൻ ഇത് F4ന്റെ ഇൻപുട്ട്സ് എന്തൊക്കെയാണ്? R ഡാഷ്, ദെൻ F3യുടെ ഔട്ട്പുട്ട്, ദെൻ ഹാഷ് വാല്യൂ Y, Q ആൻഡ് G. ഇതിൽ നിന്നാണ് ഈ ഔട്ട്പുട്ട് ഫോം ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈനിങ്ങിന് എസും ആറും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. ദെൻ ഇക്വേഷൻസ് ആണ്. ദെൻ W കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ, V ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് ആണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ വിയും R ഡാഷും സെയിം ആണെങ്കിൽ ഇത് വെരിഫൈഡ് ആയിരിക്കും. താങ്ക് യു.